ഇപ്പോൾ നമുക്ക് അക്കൗണ്ടുകൾ ആക്സസിബിൾ അല്ലാത്തത് സുജിൻ കൃഷ്ണയുടെ അക്കൗണ്ട് ഉണ്ട്, പിന്നെ നന്ദുനാഥ്, വയനാടൻ ബ്ലോഗർ, ഫസ്മിൻ അസാക്കോ. ഇവരൊക്കെ ഇപ്പൊ പറഞ്ഞ ഫസ്മിനെ ഉണ്ടല്ലോ, ഫസ്മിനെ വീണ്ടും അവരൊരു പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് വീണ്ടും ഇതേ ബെറ്റിങ്ങിന്റെ ഈ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുതിയ അക്കൗണ്ട് പൂട്ടിച്ചിട്ട് പുതിയ അക്കൗണ്ടുമായിട്ട് പിന്നെ ഇറങ്ങി. അത് പോലീസ് കാണണ്ടേ, ഈ അക്കൗണ്ട് പൂട്ടണ്ടേ? അതെ അതെ. അപ്പോൾ പുതിയ അക്കൗണ്ടിൽ ഇതൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പഴയ അക്കൗണ്ട് തിരിച്ചു വരുമായിരിക്കും. ഇനിയിപ്പോൾ വരുവാണെങ്കിൽ തന്നെ അതിന് പല മാർഗ്ഗങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ അക്കൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റിക്കവർ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങൾ, പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങാനും വരികയാണെങ്കിൽ തന്നെ ഇവർ വീണ്ടും ചെയ്യാൻ പോണത് ഈ ബെറ്റിംഗ് തന്നെയാണ്. കാരണം അതാണ് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിനെതിരെ അപ്പോൾ അക്കൗണ്ട് മാത്രം കളഞ്ഞാൽ പോരല്ലോ, ഇവർക്കെതിരെ കേസ് പോകണം, ഇവരെ അകത്തിടണം. കാരണം ഹരിയാനയിലും തെലുങ്കാനയിലും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് അകത്ത് പോയിട്ടുണ്ട്, ഏത് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിനും ഇതേപോലെ ഈ ഇതിന്റെ മണി ഹാൻഡിൽ ചെയ്തതിനും ഫേക്ക് നോട്ട്സ് ഹാൻഡിൽ ചെയ്തതിനും. അതിനും സോഷ്യൽ ന്യൂസ് ഞാൻ വേണമെങ്കിൽ ലിങ്ക് അയച്ചു തരാം. ഫസ്മിന എന്ന് പറയുന്നത് നമ്മുടെ തൊപ്പിയുടെ മുൻ കാമുകയായിരുന്നു. അന്നേരം ഒന്നും അവർ അത്രത്തോളം ബെറ്റിംഗ് ആപ്പുകളെയൊന്നും പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എപ്പോൾ മുതലാണ് ഫസ്മിനയുടെ അക്കൗണ്ടിൽ ഇങ്ങനെ ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ടുള്ളത്? ഞാൻ കാണുമ്പോൾ തൊട്ട് ഇവരുടെ ഇതിൽ ഞാൻ അധികം ഇവരെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഞാൻ ഇതിന്റെ കാര്യത്തിൽ നോക്കി പോകുമ്പോഴാണ് ഇവരൊക്കെ കാണുന്നത്. ഈ ഫസ്മിന എന്ന് പറഞ്ഞ ആള്, ഈ പറയുന്ന ബാക്കിയുള്ള കുറെ ആൾക്കാരെയൊക്കെ ഇതിന്റെ പേരിൽ നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്.